അതിലേക്ക് പോവാണ്. മൂന്നാമത്തേത് സ്വാഭാവിക നേതൃത്വം എന്ന് പറയുന്നത് സ്വയം തീരുമാനമെടുക്കും. എന്നാൽ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദൈവഹിതം അന്വേഷിക്കും. ഞാൻ ഇതിനൊന്നും ഉദാഹരണം പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നാലാമത്തേതാണ് സ്വാഭാവിക ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സ്വന്തം മാർഗങ്ങളെയാണ് നമ്മൾ തേടി കണ്ടെത്തുന്നത്. എന്നാൽ ആത്മീക നേതൃത്വം ദൈവത്തിന്റെ വഴി, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവിക നേതൃത്വത്തിന്റെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൽപ്പന കൊടുക്കുന്നു. അതാണ് അങ്ങനെയുള്ളവര് മറ്റുള്ളവർക്ക് കൽപ്പന കൊടുക്കുന്നു, അതിലാണ് അവർ സന്തോഷിക്കുന്നത്. എന്നാൽ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു നേതൃത്വമാണ് സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് സ്വാഭാവിക ലീഡർഷിപ്പിനകത്ത് എന്തുണ്ടെന്നറിയാമോ? ലാസ്റ്റ് അതാണ് പറയുന്നത്, വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം. എന്നാൽ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്ത്? ആത്മിക നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരിക്കലും മറക്കരുത്. 2-3 ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാമോ? ഈ കേട്ടത് വെച്ചിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ കേട്ടത് വെച്ചിട്ട് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. എല്ലാം എഴുതിയില്ലായിരുന്നു, ഒന്നുകൂടെ പറഞ്ഞു. ഒന്നാമത്തേത് ഞാൻ പറയുന്നു, അല്ലല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്? ആത്മവിശ്വാസമാണ്, അല്ലേ? അതാണ് സ്വാഭാവിക നേതൃത്വം എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു വിൽ പവറാണ്, എനിക്കത് പറ്റും എന്നുള്ളത്, ഒരു ആത്മവിശ്വാസമാണ്. എന്നാൽ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിലുള്ള ആശ്രയം. അതെ, വെരി ഗുഡ്. രണ്ടാമത്തേത് മനുഷ്യരെ അറിയുന്നു. എന്നാൽ ആത്മീക നേതൃത്വം മനുഷ്യനെ മാത്രമല്ല, ദൈവത്തെ അറിയുന്നുള്ളത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മള് പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശേഷാൽ അവിടുന്ന് കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതല്ല, കർത്താവ് നമ്മെ അറിഞ്ഞു എന്നുള്ളത്, അല്ലേ? എന്തോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, വ്യക്തമായില്ല എന്നാലും. അതായത് രണ്ടാമത്തേതാ പറഞ്ഞത് മനുഷ്യരെ അറിയുന്നു, മറ്റേത് സ്പിരിച്വൽ ലീഡർഷിപ്പ് മനുഷ്യരെ മാത്രമല്ല ദൈവത്തെയും അറിയുന്നു. മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സാറേ, ഞാൻ സാറ് പറഞ്ഞ എഴുതിയതൊന്ന് വായിക്കാം. സാറേ പറഞ്ഞേ. ഒന്നാമത്തെ സ്വാഭാവിക നേതൃത്വം എന്നത് ആത്മവിശ്വാസം, അത് മനുഷ്യരെ അറിയുക അല്ല. അതായത് സ്വാഭാവിക നേതൃത്വവും ആത്മീക നേതൃത്വവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒന്നാമത്തെ വ്യത്യാസമാണ് ആത്മവിശ്വാസം. അത് ക്ലിയർ ആയോ? ഞാൻ ഇങ്ങനെ എഴുതിയത് സ്വാഭാവിക നേതൃത്വം ആത്മവിശ്വാസം. ആത്മീക നേതൃത്വം ദൈവത്തിലുള്ള ആശ്രയം. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ അടുത്തതാണ് സ്വാഭാവിക വിശ്വാസത്തിന്റെ രണ്ടാമത്തെ കാര്യം എന്താ? മനുഷ്യരെ അറിയുന്നു, അല്ലേ? എന്നാൽ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് ദൈവത്തെയും അറിയുന്നു. മനസ്സിലായോ? മൂന്നാമത്തേത് എന്താണ്? ആ സ്വാഭാവിക നേതൃത്വം സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു. അതെ. എന്നാൽ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത് ദൈവഹിതം അന്വേഷിക്കുന്നു. അതെ.
അടുത്തത് സ്വാഭാവിക നേതൃത്വത്തിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? സ്വന്തം മാർഗങ്ങളെ കണ്ടുപിടിക്കുന്നു. എന്നാൽ ആത്മിക നേതൃത്വം ദൈവത്തിന്റെ മാർഗങ്ങളെ പിന്തുടരുന്നു. അല്ലേ? അടുത്തതാണ് സ്വാഭാവിക നേതൃത്വം മറ്റുള്ളവർക്ക് കൽപ്പന കൊടുക്കുന്നു. എന്നാൽ ആത്മിക നേതൃത്വം ദൈവത്തിൽ നിന്ന് കൽപ്പന കേൾക്കുന്നു. മനസ്സിലായോ? ദൈവ കൽപ്പനകളെ അനുസരിക്കുക എന്നാ പറഞ്ഞത്. ദൈവ കൽപ്പനകളെ അനുസരിക്കുക എന്നാണല്ലോ പറഞ്ഞത്. അതെ അതെ, ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നു. യെസ്, അതെ. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ താല്പര്യം. അതടുത്തത്. അതെ അതെ അതെ. അവസാനത്തെ എന്താ പറഞ്ഞത്? അവസാനത്തെ എന്താണ്? വ്യക്തിപരമായ താല്പര്യം. വ്യക്തിപരമായ താല്പര്യങ്ങളിലാണ് ഇഷ്ടം. എന്നാൽ ആത്മീയ നേതൃത്വം എന്താണ്? ദൈവത്തോടും മനുഷ്യനോടും തമ്മിലുള്ള എന്തുവാ? സ്നേഹം. അതാണ് ലവ്. മനസ്സിലായോ? അത് ദൈവത്തിന്റെ സ്നേഹം, അഗപ്പേ എന്നൊക്കെ പറയും. ദൈവസ്നേഹമാണത്. മനസ്സിലായോ? അഗപ്പേ ലവ്, ദൈവസ്നേഹം എന്നുള്ളതാ. അപ്പോ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മള് കേൾക്കാമോ? ഞാൻ അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരും. എങ്ങനെയുള്ള ഒരു ലീഡറിനെയാണ് നമുക്കിന്ന് വേണ്ടിയത്? അതിന് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ് ദ റിയൽ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാമത്തെ വാക്യം ആരെങ്കിലും വായിച്ചേ? അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാമത്തെ വാക്യം പറഞ്ഞേ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ മതി. അപ്പോ ഏതാണ് സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? എന്തുവാണ്? ആത്മാവും ജ്ഞാനവും. പിന്നെന്ത് വേണം? ആത്മാവും ജ്ഞാനവും. പിന്നെന്ത് വേണം? നല്ല സാക്ഷ്യം. നല്ല സാക്ഷ്യം വേണം. കേട്ടോ? ഇത് മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ വേണം? 3 കാര്യങ്ങളാണ്. ആത്മാവ് വേണം, ജ്ഞാനം വേണം, നല്ല സാക്ഷ്യം വേണം. മനസ്സിലായോ? വെരി ഗുഡ്. അപ്പോ നമ്മള് ഇതാണ് ഈ ഡിഫറൻസ്, അതായത് സാധാരണമായ നമ്മൾ ഈ കാണുന്ന നേതൃത്വവും ആത്മിക നേതൃത്വവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ പോകുന്നത്, നമ്മൾ ഏത് പാഠമാണ് പഠിക്കുന്നത്? ഗോൾ സെറ്റിംഗ് എന്നുള്ളതാ. എങ്ങനെ വേണം നമ്മൾ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കേണ്ടത്? അപ്പൊ ഈ ലക്ഷ്യം നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ലക്ഷ്യം നിർണ്ണയിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തുവാ? ജീവിതത്തിൽ പലരും പറയാറുണ്ട് ഒരു ഗോൾ വേണമെന്ന്. എന്തിനാ ഗോള്? അപ്പോ നമ്മൾ അതാണ് ഒന്നാമത്തേത്. നിങ്ങള് കുറിച്ചെടുക്കാമേ, ഞാൻ എന്റെ നോട്ട്സ് ഞാൻ പതുക്കെ അയച്ചു തരാമേ. അപ്പോ ഇതിന്റെ ഒന്നാമത്തേത് ലക്ഷ്യം നിർണ്ണയിക്കുന്നതിനുള്ള അതുകൊണ്ടുള്ള ഗുണം എന്തുവാ? ഒന്നാമത്തേത്, ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ദിശാബോധം തരും. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് തരും? ദിശാബോധം തരും. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരോടൊക്കെ പറയും, ഇത് അതുപോലെ പിള്ളേർക്ക് മാത്രമല്ല, ഒരു കുടുംബത്തിനും നമുക്കൊരു ദിശാബോധമുണ്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാന് ഇന്ന് ഒരു 30 വയസ്സുള്ള ഒരു പയ്യൻ, എനിക്ക് കുറെ ദിവസമായിട്ട് ഈ ഒരു പയ്യനെ എന്റെ കൈ കിട്ടിയതാ. 30 വയസ്സ്. അവൻ 7-ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം നിർത്തിയ അവനൊരു പെയിന്റിങ് പണിക്ക് പോകുന്ന ഒരു പയ്യനാ. 30 വയസ്സേ ഉള്ളൂ. എന്നെ കയ്യിൽ കെട്ടിയിട്ട് ഏകദേശം 2 ആഴ്ചയായി.
ഇവൻ തികഞ്ഞ മദ്യപാനിയാണ്. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. അപ്പൊ ഈ വ്യക്തിയുമായിട്ട് ഈ പല സമയങ്ങളിൽ, ഇന്ന് ഞാൻ ഈ പയ്യനെയും കൊണ്ട് ഒരു വ്യക്തിയെ കാണിക്കാനായിട്ട് ഞാൻ പോയതാ. ഒരു കൗൺസിലറിനെ കാണിക്കാനായിട്ട് ഞാൻ പോയതാ. അപ്പം ഞാൻ ഇന്ന് അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നന്നായതുകൊണ്ട് എനിക്ക് എന്നാ പ്രയോജനം എന്നാ? മനസ്സിലായോ? അവൻ ചോദിക്കുക, പയ്യനെ കുറിച്ച് പറയാനല്ല, അവനെ സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട്. ഈ ഒരു പയ്യന് ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് അവൻ എന്തൊക്കെയോ അങ്ങ് ചെയ്തു കൂട്ടുക. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നമ്മുടെ കുടുംബ ജീവിതത്തിലും നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാകണം? ഒരു ഗോൾ സെറ്റ്. വി ഷുഡ് ഹാവ് എ ഗോൾ. ഒരു പക്ഷെങ്കിൽ താമസിച്ചായിരിക്കാം നമ്മൾ ആ ബോധ്യത്തിലേക്ക് വന്നതെങ്കിൽ നമുക്കൊരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവണം. അതുകൊണ്ട് എന്താണ്, നമുക്കൊരു ദിശാബോധം. നമ്മൾ യാത്രയ്ക്ക് അത് വളരെ സുഗമമായ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഗോൾ സെറ്റിംഗ് കൊണ്ടുള്ള അടുത്ത ഗുണം എന്താണെന്നറിയാമോ? വി വിൽ ബി എനർജറ്റിക്, അതായത് ഊർജ്ജസ്വലത വർദ്ധിക്കും. രണ്ടാമത്തേതാണ് ഊർജ്ജസ്വലത. ഇനി ചില അമ്മച്ചിമാരൊക്കെ ഇതിനകത്തിരുന്ന് വിചാരിക്കും, ഇനി എന്നാ ഊർജ്ജസ്വലതയല്ലേ എന്ന്. ഇനിയാ ആവശ്യം കേട്ടോ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ ആന്റിമാരെ? മനസ്സിലാവുന്നുണ്ടോ? കട്ടായ കേൾക്കുന്നത്. അപ്പം ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? ജീവിതത്തിന് ദിശാബോധം. രണ്ടാമത്തേത് എന്താണെന്നറിയാമോ? സ്വലത, എനർജറ്റിക്. വി വിൽ ബി എനർജറ്റിക്. മനസ്സിലായോ? ഊർജ്ജസ്വലത വർദ്ധിക്കുന്നു. അതെ. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ആത്മവിശ്വാസം വളരും. കേട്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആത്മവിശ്വാസം വളരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആത്മവിശ്വാസം വളരും. പിന്നീട് അടുത്തതാണ് എന്താണെന്നറിയാമോ? ഈ ഗോൾ സെറ്റിംഗ് ഉള്ളത് കൊണ്ട് നമ്മുടെ അടുത്തതാണ്, നമുക്ക് പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പിന്നെ ഈ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്നറിയാമോ? വി വിൽ ബി അക്കൗണ്ടബിൾ ടു അവർസെൽഫ്. നാം നമ്മളോട് തന്നെ കണക്ക് ബോധിപ്പിക്കുന്നവരാവും. അതായത് അത് രാവിലെ എഴുന്നേൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്നാമത് നമ്മൾ ഓർക്കണം, ദൈവത്തോടുള്ള അക്കൗണ്ടബിലിറ്റി അവിടെ ഉണ്ട്. പക്ഷേ ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ഭാഷയാണ് അതല്ലേ? നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്, വി ആർ അക്കൗണ്ടബിൾ ടു അവർ ഫാമിലി. നമ്മൾ ഓരോരുത്തർക്ക് അക്കൗണ്ടബിളാ അല്ലേ? നമ്മൾ ഭർത്താവിനോട് നമ്മൾ അക്കൗണ്ടബിളാ, മക്കളോട് അക്കൗണ്ടബിളാ. ഈ ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലടാ എന്ന് പറയാറുണ്ട്. പക്ഷെ ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. വി ആർ അക്കൗണ്ടബിൾ. നമ്മൾ പലരോട് നമ്മൾ അക്കൗണ്ടബിളാ. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട്. വി ആർ അക്കൗണ്ടബിൾ. അപ്പൊ ഗോൾ സെറ്റിങ്ങിനകത്തുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്. അപ്പം ഇതിന്റെ മേന്മ എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗോൾ സെറ്റിംഗ്? അതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത്തേത് ഓർഡിനറി, സാധാരണപ്പെട്ട ലീഡർഷിപ്പും സ്പിരിച്വൽ ലീഡർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. നമ്മളിപ്പോൾ ലക്ഷ്യം നിർണയിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക്
നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തേത്, നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല, ഒന്നാമത്തേത് പരാജയ ഭീതി. അതായത് ഞാനൊരു ഗോള് സെറ്റ് ചെയ്തു, എനിക്കിനി അത് ഉദ്ദേശിച്ച രീതിയിൽ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നുള്ളൊരു പരാജയ ഭീതിയാണ് നമ്മളെ പലപ്പോഴും ഈ ഗോൾ സെറ്റിങ്ങിൽ നിന്ന് പുറകോട്ട് വലിപ്പിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അശ്രദ്ധ എന്നുള്ളതാണ്. അശ്രദ്ധ. മൂന്നാമത്തേതാണ് നമുക്ക് ആത്മവിശ്വാസമില്ലായ്മ. അയ്യോ, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ, ഇത് എന്നെ കൊണ്ട് അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആത്മവിശ്വാസമില്ലായ്മ. അപ്പൊ നമ്മള് ചില കാര്യങ്ങളാ പറഞ്ഞത്. എന്താണ്? ഒന്ന് പരാജയ ഭീതി, രണ്ടാമത്തേത് അശ്രദ്ധയുണ്ട്, മൂന്നാമത്തേത് ആത്മവിശ്വാസമില്ലായ്മ. അതിന്റെ കൊണ്ടത് അതായത് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന സോഫിയ കൊച്ചമ്മയൊക്കെ കൗൺസിലിങ്ങിലൊക്കെ വളരെ എക്സ്പെർട്ടാണ് കേട്ടോ. അപ്പം ഈ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്ന കാര്യം കൊച്ചമ്മയെ പോലുള്ളവർക്കൊക്കെ വളരെ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ അറിയാം. അപ്പം ആത്മവിശ്വാസമില്ലായ്മ, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. നമ്മൾ ഇനി അടുത്തലേക്ക് പോവുകയാണ്. ഈ ലക്ഷ്യം 3 തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് കേട്ടല്ലോ. 3 തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. 3 തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പോ ഒന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ. ഹ്രസ്വകാല, ഷോർട്ട് ടേം എന്ന് പറയും. അതായത് ചിലതൊക്കെ നമ്മള് ഒരു ചെറിയ കാലഘട്ടത്തിൽ നമ്മളത് പൂർത്തീകരിക്കണം. ചിലതാണ് മധ്യകാല ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മധ്യകാല ലക്ഷ്യങ്ങൾ മനസ്സിലായോ? ഒന്നാമത്തേത് ഹ്രസ്വകാല ലക്ഷ്യം, രണ്ടാമത്തേത് മധ്യകാല ലക്ഷ്യം, മൂന്നാമത്തേത് ദീർഘകാല ലക്ഷ്യങ്ങൾ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കേട്ടല്ലോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഏതൊക്കെ ലക്ഷ്യങ്ങളാണ്? 3 ലക്ഷ്യങ്ങളാ പറഞ്ഞത്. ഒന്നാമത്തേതാണ് ഹ്രസ്വകാലം എന്ന് പറയുമ്പോ എന്താണെന്ന് അറിയാമോ? വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ തീർക്കേണ്ടതാണ് ഹ്രസ്വകാലം എന്ന് പറയുന്നത് കേട്ടോ. 1 വർഷത്തിനുള്ളിൽ തീർക്കേണ്ടത്. മധ്യകാല ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് 1 to 5 years, 5 വർഷം വരെ 5 വർഷം വരെ എടുക്കുന്നതാണ് മധ്യകാല ലക്ഷ്യങ്ങൾ. പിന്നീടുള്ള ദീർഘകാല ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മാക്സിമം 10 years, മാക്സിമം 10 വർഷം. ഇതാണ് നമുക്ക് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഈ വിധത്തില്. കേട്ടല്ലോ? പേര് ചിരിക്കുന്നു. സൂസൻ ജേക്കബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ രണ്ടുപേരും ചിരിക്കുന്നത് എന്താണെന്ന് പറയാമോ? ഇരിക്കുന്ന അപ്പച്ചൻ വന്ന് എന്തുവാന്ന് ചോദിച്ചത് കൊണ്ട്. വെരി ഗുഡ്. അങ്ങനെയും ഒന്ന് മിണ്ടിയല്ലോ, ഭാഗ്യം. നല്ല കാര്യം. ഓക്കെ. അപ്പം ഇതാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ. ഇനി നമ്മളുടെ ലക്ഷ്യങ്ങള് ഏതെല്ലാം മേഖലകളിലേക്കാണ് പോകേണ്ടത്? അതാണ് നമ്മൾ ഓരോന്നും അത് വളരെ ദീർഘമായി പഠിക്കേണ്ടതാ. പക്ഷെ ഈ ചാപ്റ്റർ തീർക്കാനുള്ള എന്റെ വ്യഗ്രത കൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കാൻ പോവാം. ഏതെല്ലാം മേഖലകളാന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത് ശുശ്രൂഷ, ഇൻ മിനിസ്ട്രി. കേട്ടല്ലോ? പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇൻ മിനിസ്ട്രി, അതായത് ശുശ്രൂഷ. കേൾക്കാമോ? ശുശ്രൂഷ. ഒന്നാമത്തെ ശുശ്രൂഷ. കേൾക്കാമോ? ശുശ്രൂഷ എന്നുള്ളതാണ്. അപ്പം ഒന്നാമത്തേതാണ് ശുശ്രൂഷ, ഇൻ മിനിസ്ട്രി. ഞാൻ പതുക്കെ പറയട്ടെ. സ്പീഡ് കുറച്ച് പറ സാറേ. ഓക്കെ. അപ്പൊ ഒന്നാമത്തേതാണ്
ഇൻ മിനിസ്ട്രി. നമ്മൾ ഏതെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങൾ എവിടെല്ലാം വേണം? ഒന്ന് ഇൻ മിനിസ്ട്രി, ശുശ്രൂഷ അല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ എത്ര വർഷമായിരുന്നു പറഞ്ഞേ? 3.5 വർഷം അല്ലേ? ഇവിടെ 33 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവര് എത്രയോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, വല്ലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ ആ 3.5 വർഷം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റിയാ. മനസ്സിലായോ? എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയെന്നല്ല, ചെയ്തത് ലോകം അറിയപ്പെട്ടു. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പം യേശുക്രിസ്തുവിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട കാര്യം എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? ആർക്കെങ്കിലും ഉദാഹരണമായിട്ട് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞേ. കേട്ടില്ല, ഒന്ന് ഉറക്കെ പറയാമോ? അല്ല, ഞാൻ പറഞ്ഞത് അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇതിനൊരു ലീഡർഷിപ്പ് ലെവലിലാണ് പഠിക്കുന്നത്. അപ്പം മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ആ 3.5 വർഷത്തിനകത്ത് നമുക്ക് എല്ലാം കാണാം. എന്തൊക്കെയുണ്ട് ഞാൻ പറയട്ടെ? എന്തോ അല്ല, അതൊക്കെ അതിനകത്തുണ്ട്. എന്നാൽ അതിനകത്തുള്ള ലക്ഷ്യങ്ങൾ എന്താണെന്നറിയാമോ? മറ്റുള്ളവർ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന്. അത് ലക്ഷ്യമല്ല ആന്റി, അത് ലക്ഷ്യമല്ല. പിന്നെന്താണ് അതിനകത്തുള്ള ലക്ഷ്യം? എന്താ പറയാമോ? ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചു, അതൊരു ലക്ഷ്യമല്ലേ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ശിഷ്യന്മാരെ അല്ല, പരിശീലിപ്പിക്കുക, അതൊരു ലക്ഷ്യമല്ലേ? അതെ, ഉണ്ടോ? അപ്പം അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല, ഉദാഹരണം, ടൈം പോകും. അപ്പൊ അതാണ് ഒരു ലക്ഷ്യം. പിന്നെ യേശു കർത്താവ് നമ്മളോടൊരു ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറയാമോ? നിങ്ങൾ സകല ജാതികളെയും എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ശിഷ്യരാക്കിക്കൊള്ളുവീൻ അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾക്ക് അതാണ് ഇൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ നമുക്കൊരു മിനിസ്ട്രി ഉണ്ട് കേട്ടോ. അതിന് അച്ഛനാകണോ കൊച്ചമ്മയാകണോ എന്നൊന്നുമില്ല, ഉപദേശിയാകണോ ഒന്നൊന്നുമില്ല. സോ ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള ശുശ്രൂഷയുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ആണെങ്കിലും അതൊരു ഗോൾ സെറ്റിംഗ് ആണ്. ശുശ്രൂഷയിൽ നിങ്ങളുടെ മക്കളെ ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ പഠിപ്പിക്കുന്നത് അത് ഗോൾ സെറ്റിംഗ് ആണ്. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം അതിന് ആവശ്യമാണ്. അപ്പൊ അതാണ് ഒന്നാമത്തേത്, ഇൻ മിനിസ്ട്രി എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ശുശ്രൂഷയിൽ ഒരു വലിയ ശുശ്രൂഷയാണ് കൗൺസിലിംഗ് മിനിസ്ട്രി എന്ന് പറയാം. അത് നമ്മുടെ സോഫിയ കൊച്ചമ്മയൊക്കെ ചെയ്യുന്നുണ്ടത്, കൗൺസിലിംഗ് മിനിസ്ട്രി. വേറെ ഒരു കൂട്ടരാണ് പ്രീച്ചിങ്. അതൊരു വേറൊരു മിനിസ്ട്രിയാണ് അല്ലേ? ഇനി പല ടൈപ്പ് ഓഫ് മിനിസ്ട്രി ഉണ്ട്. ഏതാണ്? യൂത്ത് മിനിസ്ട്രി ഉണ്ട്. പിന്നീടുള്ള മിനിസ്ട്രി എന്താണ്? കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ചിൽഡ്രൻസ് മിനിസ്ട്രി ഉണ്ട്. പിന്നത്തെ സ്പെഷ്യൽ മിനിസ്ട്രി എന്ന് പറയാമോ? സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയാം. ഒന്ന് പറഞ്ഞേ. ഏതാ? വിമൻസ് ഫെലോഷിപ്പ്. അതെ. പിന്നീട് വേറെ എന്തുവാ? ട്രൈബ്സിന്റെ ഇടയിൽ ട്രൈബൽ മിനിസ്ട്രി ഉണ്ട് അല്ലേ? ശരിയല്ലേ? ഹോസ്പിറ്റൽ മിനിസ്ട്രി ഉണ്ട്, ശരിയല്ലേ? അതുപോലെ ജയിൽ മിനിസ്ട്രി ഉണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പിന്നീടുള്ള ഒരു മിനിസ്ട്രിയാണ്. അപ്പം ഞാൻ എല്ലാം പറയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മൾ സാധാരണഗതിയിൽ അറിയാവുന്ന ചില മിനിസ്ട്രീസ് ആണ് ഇതെല്ലാം. അപ്പോ നമുക്ക് ശുശ്രൂഷ മേഖലയിൽ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യൂത്ത്സിനിടയിൽ പ്രവർത്തിക്കാം, കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാം, സ്ത്രീജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാം, ഏതൊക്കെ മേഖലകളിലാണ്. അപ്പം
നമുക്കൊരു ഗോൾ സെറ്റിംഗ് ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പൊ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് കൊച്ചമ്മമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് കുറെ കൂടെ ഒരു വേറൊരു ലെവലിലാണ്. അപ്പം അത് കുറച്ചുകൂടെ വളരെ നന്നായിട്ട് ചെയ്യണം. ഇതൊക്കെ പറയാനാണെങ്കിൽ എല്ലാം അറിയാമോ, സത്യത്തിൽ അങ്ങോട്ടും കണ്ടും എങ്കിലേ നമുക്കിത് സത്യത്തിൽ മനസ്സിലാകത്തുള്ളൂ. ഞാൻ അതിൽ നിന്ന് മുമ്പോട്ട് പോവുക. അപ്പം ഈ മിനിസ്ട്രി നിങ്ങളിത് സ്വയം ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് എങ്ങനെയൊക്കെ മിനിസ്ട്രിയിൽ ഏതെല്ലാം ടൈപ്പ് മിനിസ്ട്രീസ് ഉണ്ട്, അതിനകത്ത് എങ്ങനെ നമുക്ക് ക്വാളിറ്റിയുള്ള, ഇപ്പൊ ഞാനൊരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. അതായത് ജയിലാണ് എൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്ടം. ജയിലിലുള്ള തടവറയിലുള്ളവരും അതുപോലെ അവരുടെ ഫാമിലീസ് ആണ് എൻ്റെ മെയിൻ ഏരിയ. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിലേറ്റഡ് ടു പ്രിസൺ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജയിൽ മിനിസ്ട്രിയിൽ ഇപ്പൊ ഒരു വലിയ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും. ഞാന് അതിന്റെ ഒരു കോഴ്സ് ചെയ്തു. അപ്പോ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോ ഈ തടവുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലിംഗ് മാത്രമല്ല, ഇറ്റ് ഹാസ് എ ഡിഫറെന്റ് നെയിം. അതൊരു പ്രൊഫഷണലായ ഒരു പേരാണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക മിനിസ്ട്രിയാണ്. അപ്പോ അവരെന്ത് ചെയ്യണമെന്ന് അറിയാമോ, അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതാണ് ഇപ്പോ ചെയ്യുന്ന ഒരു പ്രത്യേക, അവർക്ക് ചില തൊഴിൽ മാർഗങ്ങളെ അവരെ പരിശീലിപ്പിക്കുക. അപ്പൊ അതൊരു വലിയ മിനിസ്ട്രിയാണ്. മാത്രമല്ല അവർക്കൊരു പ്രത്യാശ കൊടുക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ ഇത്ര വ്യക്തികളെ, ഈ ഒരു വർഷം ഇത്ര വ്യക്തികളെ എങ്കിലും അവർക്ക് തൊഴിൽ അഭ്യസിപ്പിച്ച് അവരെ ചിലത് പഠിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ടാർഗറ്റ്. ദാറ്റ് ഈസ് മൈ ഗോൾ ഇൻ മിനിസ്ട്രി. എന്നാൽ ഓൺ ദി അതർ സൈഡ് ഞാൻ പ്രസംഗിക്കും. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് മിനിസ്ട്രി. അതിന് ഇത്ര പ്രസംഗിക്കണമെന്നൊന്നും എനിക്കൊരു ടാർഗറ്റും ഇല്ല. ആരെങ്കിലും വിളിച്ചാൽ പോകും. എന്നാൽ എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രസംഗം മാത്രമല്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒരു വർഷം മിനിമം വലിയ കണക്കൊന്നും വേണ്ട, ഒരു 10 കുഞ്ഞുങ്ങളോട് നിങ്ങൾ സുവിശേഷം പറയുമെന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമല്ലോ. ഒരു വർഷം 10 പേരോട് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അതൊരു ടാർഗറ്റാണ്, അല്ലേ? അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതിനോ ഒരു ട്രെയിനിങ് എടുക്കുന്നതിനോ തെറ്റില്ല. മനസ്സിലായോ? ഞാൻ അതുപോലെ ഇപ്പം പുതിയൊരു കോഴ്സ് ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അത് ഒരു മാസ്റ്റേഴ്സ് ലെവലിലുള്ള ഒരു തിയോളജിക്കൽ കോഴ്സാണ്. അത് എൻ്റെ മിനിസ്ട്രിയിൽ അത് ഒത്തിരി ഗുണം ചെയ്യുമെന്നത് കൊണ്ട് ഞാൻ അടുത്ത അതിന്റെ എൻട്രൻസ് എല്ലാം എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനൊരു വലിയ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിരിക്കും. എന്തുകൊണ്ടാണ്? അപ്പോ അതിനെ എത്രയും ക്വാളിറ്റി ഉള്ളതാക്കാമോ, എന്താണ്ടൊക്കെ വലിച്ചു വാരി ചെയ്തു എന്നുള്ളതല്ല, അത് ക്വാളിറ്റി ഉള്ളതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ശുശ്രൂഷ വളരെയധികം ഗൗരവത്തോടുകൂടെ കാണണം. ഇനി രണ്ടാമത്തെ മേഖലയാണ്, ഞാനൊന്ന് പറഞ്ഞു പോവാ കേട്ടോ. രണ്ടാമത്തേതാണ് ഫിനാൻസ് എന്ന് പറയുന്നത്, സാമ്പത്തിക കേട്ടോ. ഫിനാൻസ്, നമ്മുടെ സൂസൻ സ്റ്റീഫൻ, കേൾക്കുന്നുണ്ടോ? ഇല്ല, ഓമന മനു, ക്ലിയർ അല്ല സാറേ. കേൾക്കുന്നില്ല, ക്ലിയർ അല്ല. ഞാൻ ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ പറയുന്ന കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ. ഇപ്പൊ പറയുന്ന കേൾക്കാവോ? കേൾക്കാം. ഹലോ
എല്ലാരും ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം. അനക്കവും ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കാമോ? ആർക്കെങ്കിലും കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ എന്താണ്? ശുശ്രൂഷയെ കുറിച്ചാണ് കേട്ടോ. ഗോൾ സെറ്റിംഗ് എവിടെയാണ്? ശുശ്രൂഷ. മനസ്സിലാക്കിയോ? ശുശ്രൂഷ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അടുത്തതാണ് സാമ്പത്തികം. അത് ഫിനാൻസ് ആണ്. ഒന്ന് മിനിസ്ട്രി, രണ്ടാമത്തേത് ഫിനാൻസ്. നമ്മുടെ ഹൗ ഡു വി മാനേജ് അവർ ഫിനാൻസ് എന്നുള്ളതാണ്. ഒരു ലീഡർ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇൻ മിനിസ്ട്രി, രണ്ടാമത്തേത് നമ്മുടെ ഫിനാൻസ് ആണ്, അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നത് ഒന്ന് പറയാമോ? നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സാമ്പത്തികം ഉപയോഗിക്കുന്നത് ഒന്ന് പറഞ്ഞേ. സാമ്പത്തികം, നമ്മുടെ ഫിനാൻസ്. വരവറിഞ്ഞ് ചെലവ് വരവറിഞ്ഞ് ചെലവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെക്കുറിച്ച് പറയുന്നത്, സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾ കരുതണം. നമ്മൾ കരുതുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത് കരുതുന്നതിനോടനുബന്ധിച്ച് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ നമ്മൾ പ്രോപ്പറായി മാനേജ് ചെയ്യണം. നമ്മൾ അനാവശ്യമായ ചെലവുകൾ നമ്മൾ കഴിവതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ അതൊന്നും പോകുന്നില്ല. ഇതൊക്കെ ഒത്തിരി പഠിക്കേണ്ടതാണ്. നമ്മൾ വളരെ മൈനറായ കാര്യങ്ങൾ പോലും നമ്മൾ ഇതിനകത്ത്, പക്ഷെ ഞാൻ അതങ്ങ് വിടുക. ഓക്കെ. മൂന്നാമത്തേതാണ് നമ്മൾ ആത്മീകം. അപ്പൊ ഒന്നാമത്തെ എന്താണ്? ഇൻ മിനിസ്ട്രി. രണ്ടാമത്തേത് ഫിനാൻസ്. മൂന്നാമത്തേത് സ്പിരിച്വൽ. ശ്രദ്ധിച്ചോ? സ്പിരിച്വൽ, അതായത് ആത്മീകം. അതെങ്ങനെയാണ്? അതിന് നമ്മള് ഒരു കാര്യം പ്രത്യേകമായി ദൈവം പഠിക്കുന്നത് നമ്മൾ അതിനെന്ത് ചെയ്യണം? കണ്ടെത്തണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ല, ഇപ്പൊ ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? അതായത് നമ്മൾ വേദപുസ്തകം ധ്യാനിക്കുന്നതിലും പഠിക്കുന്നതിലും, വേദപുസ്തകം ധ്യാനിക്കുന്നതിലും അത് പഠിക്കുന്നതിലും, വേദപുസ്തകം അമ്മയുടെ ഫോണിലെടുത്ത് കേൾക്കുന്നുണ്ടോ ആന്റി? വേദപുസ്തകം അത് പഠിക്കുന്നതിലും അത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്രയും പേര് വേദപുസ്തകം പഠിക്കുന്നതിൽ എന്തുമാത്രം സമയം കണ്ടെത്തുന്നുണ്ട് ഒരു ദിവസം? ഷെറിൻ ജോൺ ഒന്ന് പറഞ്ഞേ. ഷെറിൻ ജോൺ പറഞ്ഞേ. ഞാൻ അധികം സമയമൊന്നും കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. കണ്ടോ? അപ്പോ അത് പക്ഷെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. അതിന് ഞാൻ വളരെയധികം ഞാൻ അഭിനന്ദിക്കുക. സാധാരണ നമ്മൾ നമ്മുടെ കുറവശങ്ങൾ നമ്മൾ ആരോടും പറയാറില്ല, അല്ലേ? പക്ഷെ ഇത് പറഞ്ഞു. കണ്ടോ? ഇത് ഇങ്ങനെ വേണം. ഇതാണ് സത്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ വേദപുസ്തകം പഠിക്കുന്നതിൽ അധികം സമയം കണ്ടെത്തുന്നില്ല. പ്രിയപ്പെട്ട അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ യുവർ ലൈഫ് വിൽ ബി എ ഫെയിലിയർ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ലൈഫ് ഒരു ഫെയിലിയർ ആകും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. ഒരു പ്രയാസ ഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. മനസ്സിലായോ?
ഒരു പ്രയാസഘട്ടം പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് അറിയത്തില്ല. പക്ഷെ നമ്മളൊരു പ്രയാസഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അഭ്യാസം, അതായത് സ്പിരിച്വൽ നറിഷ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തായി പോകും? തോറ്റുപോകും. മനസ്സിലായോ? അപ്പം ഇതിന് ഏറ്റവും പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? അതിരാവിലെ എഴുന്നേൽക്കുന്നവർ എത്ര പേരുണ്ട്? അതിരാവിലെ എഴുന്നേൽക്കുന്നവർ പറഞ്ഞേ. 5 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് എന്താ ചെയ്തു? വീണ്ടും കിടന്നുറങ്ങിയില്ലയോ? ഓക്കെ. പക്ഷെ എന്തുമാത്രം സമയം നമ്മൾ ഒരു ദിവസം വേദപുസ്തകം വായിക്കുന്നതിലും പഠിക്കുന്നതിലും, കേട്ടോ, ചുമ്മാ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല, അത് പഠിക്കുന്നതിലാണ്. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, ഇൻ മിനിസ്ട്രി. രണ്ടാമത്തേത് അവർ ഫിനാൻസ്. മൂന്നാമത്തേത് അവർ സ്പിരിച്വൽ. നാലാമത്തേതാണ് സോഷ്യൽ. കേട്ടല്ലോ, അതായത് സാമൂഹിക ബന്ധം. കേട്ടല്ലോ? കേൾക്കുന്നുണ്ടോ? അപ്പം സാമൂഹിക ബന്ധം എന്ന് പറയുന്നത് എങ്ങനത്തേതാണ്? സോഷ്യൽ. അതായത് നമ്മൾ ഈ തിയോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. പക്ഷെ ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ചുമ്മാതുള്ള വാക്കുകളല്ല, കേട്ടോ. ഇതെല്ലാം നമ്മെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ടൈം കൊടുക്കണം. ഏതിനൊക്കെയാണ്? വേദപുസ്തകം മാത്രം പഠിച്ചുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഫിനാൻസ്, നമുക്ക് കുറച്ച് കാശ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചുമ്മാ പോക്കറ്റിൽ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോ ഇതെല്ലാം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അവർ സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതിൽ ഏതെല്ലാം കാര്യങ്ങളാണ്? മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, അല്ലേ? അതുപോലെ നമ്മുടെ പള്ളികളിലൊക്കെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, അല്ലേ? അതിനകത്തൊന്ന് പങ്കെടുക്കുക. അല്ലാതെ മാറി നിന്ന് ആ പ്രോഗ്രാമിനെ കളിയാക്കുകയും അതില്ലെങ്കിൽ അത് തെറ്റാണെന്നൊക്കെ പറയുകയും ചെയ്യാതെ വി ഷുഡ് ഇൻവോൾവ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നേ? ശരിയല്ലേ ഞാൻ പറയുന്നേ? ഒന്ന് പറഞ്ഞേ. ഹലോ, ഒന്ന് പറഞ്ഞേ. ഓക്കെ. എല്ലാവരുടെയും മൈക്ക് ഒന്ന് ഓൺ ആക്കി വെച്ചേ. ആരും മൈക്ക് ഓഫ് ചെയ്യണ്ട. കാര്യം എന്തെങ്കിലും ഒന്ന് പറ. ഇനി അപ്പം സാമൂഹികം, അതായത് നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങള്, അതൊക്കെ വളരെ ആവശ്യമാണ്, കേട്ടോ. സുഹൃത്ത് ബന്ധങ്ങള്, പിന്നെ നമ്മുടെ ഇപ്പൊ ഒന്ന് എക്സാമ്പിൾ, നമ്മുടെ അടുത്തുള്ള ചില രോഗികളെ ഒന്ന് പോയി ഒന്ന് സന്ദർശിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ബന്ധങ്ങളിൽ പെടുന്നതാണ്. ഇപ്പൊ ഞാന് ഇന്നലെ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരാള്, ഞാൻ ഈ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? കേൾക്കുന്നു. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പം ഒരാൾ അവിടെ ഒരു പ്രൈസ് ദി ലോർഡൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആന്റി നടന്നു വരുന്നു, കൂടെ ഒരാളുമുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചുകൂടെ, ഇതെന്തോ വരവായി, ഇനി പ്രാർത്ഥിക്കാൻ വരവാണോ എന്ന് ഞാൻ കരുതി. അന്നേരമാണ് ഈ ആന്റി പ്രൈസ് ദി ലോർഡൊക്കെ പറഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ വീട്ടിലുള്ള ആന്റിയോട് പറയുക, ആന്റി ഞാൻ ഈ പ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നുണ്ട്, എനിക്കൊരു വോട്ട് തരണമെന്ന്. അപ്പൊ ഈ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ട് വോട്ട് ചോദിക്കുന്നതിന്റെ ഇതെന്തുവാന്ന് ഞാൻ ആ പുള്ളിക്കാരത്തി പോയതിനു ശേഷം ഞാൻ ആന്റിയോട് ചോദിച്ചു. കണ്ടോ? അപ്പം ഇപ്പോഴത്തെ രീതി കണ്ടോ? ഈ ആന്റി പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ കണ്ടോ, അവരതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? അപ്പൊ ഇങ്ങനെ ആരെങ്കിലും പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇലക്ഷൻ വയ്ക്കുന്നുണ്ടോ? നല്ല കാര്യം. കേട്ടല്ലോ? അപ്പം അവര് പ്രൈസ് ദി ലോർഡ് ഉപയോഗിക്കുന്നത് എന്തിനാ?
ഒരു സ്പിരിച്വൽ ആയ ഒരു വ്യക്തിയാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അത് നിൽക്കുന്ന പാർട്ടിയോ കേട്ട് കഴിഞ്ഞാൽ ദൈവമില്ലാത്ത പാർട്ടിയാണ്. കേക്കത്തില്ല, മഴയാ. സോഫിയ കൊച്ചമ്മ കേൾക്കത്തില്ലേ? സോഫിയ കൊച്ചമ്മ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ചിലർക്ക് മാത്രമേ ഉള്ളൂ കേൾക്കാത്ത കേട്ടോ. ഓക്കെ. അപ്പം അടുത്തതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, ഒന്ന് ഇൻ മിനിസ്ട്രി, രണ്ട് നമ്മളുടെ എക്കണോമിക്കൽ, അതായത് ഫിനാൻസ് എന്ന് ഞാൻ പറഞ്ഞത്. ഫിനാൻഷ്യൽ എന്നോ അല്ലെ എക്കണോമിക്കൽ എന്നോ പറയാം. അതായത് എക്കണോമിക്കൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പിരിച്വൽ, പിന്നെ അടുത്തെന്താണ് സോഷ്യൽ. അല്ല, ഇത് പൂർത്തിയാക്കാൻ ഇല്ലെങ്കിൽ ആരെങ്കിലും ഇയർഫോൺ ഒന്ന് വെച്ചു കൊടുക്കുക, കേൾക്കാം. ചില ആന്റിമാർക്ക് അത് കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അത് ഇയർഫോൺ ഒന്ന് വെച്ചു കൊടുത്തേ. ഇനി അടുത്ത മേഖലയിലോട്ട് ഞാൻ പോവാണ്. അടുത്ത എന്താണെന്നറിയാമോ? നമ്മളുടെ വിനോദം എന്നുള്ളതാ. കേട്ടോ, കേൾക്കുന്നുണ്ടോ? വിനോദം. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, നമ്മള് ഈ കാര്യങ്ങൾക്കും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. നമ്മുടെ കുടുംബമായി, നമ്മുടെ ഫാമിലിയായി, കുഞ്ഞുങ്ങളോട് കൂടെ, കേട്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ എന്ത് വെക്കുന്നത്? സ്ത്രീജനസഖ്യത്തിന് ഒരു ദിവസം ചോറ് വെക്കുന്നു, VBS കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ ഒരു യാത്ര വെക്കുന്നു. ഇതൊക്കെ എന്തുവാ? നമ്മൾക്ക് വിനോദം ആവശ്യമാണോ അല്ലയോ? ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനെ ഒന്നും നിങ്ങൾ ആരും ക്രിട്ടിസൈസ് ചെയ്യരുത്, മനസ്സിലായോ? എന്തിനാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഇത് വെക്കുന്നത്? എന്തിനാ? അച്ഛന്മാര് അവരിടയ്ക്ക് റിട്രീറ്റിന് പോകുന്നു, അതൊരു പ്രത്യേക സ്ഥലത്ത് വെക്കുന്നു, അവർ ടൂറിന് പോകുന്നു. അതുപോലെ നമ്മുടെ പള്ളി വിമൻസ് ഫെലോഷിപ്പ്, കൊയർ, സൺഡേ സ്കൂള്, VBS കഴിയുമ്പോഴത്തേക്ക് ഒരു യാത്ര. ഇതൊക്കെ എന്തുവാ? ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങളാ, അല്ലേ? അതെ, എൻജോയ് ചെയ്യാനും. എന്താ ആന്റി പറഞ്ഞേ? കേട്ടില്ല. എൻജോയ് ചെയ്യാൻ വേണ്ടിയാ. ഒരു ആന്റി എന്താ പറഞ്ഞേ? വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ നമ്മുടെ അതെ 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 അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ വെക്കുന്നത്, മനസ്സിലായോ? ഇപ്പൊ കൊറോണ കാരണമൊന്നും പോകുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ പള്ളികളിലൊക്കെ, അല്ലെ? നിങ്ങളുടെ പള്ളികളിലൊക്കെ നിങ്ങൾ ഒരു ടൂറിനൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? അതോ വീട്ടിൽ ഇരുന്ന് വാതിലടച്ചിരുന്ന് പ്രാർത്ഥിക്കുവോ? വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മുടെ ചില പള്ളികളിലൊക്കെ വെക്കുന്നത് എന്തുവാ? ഒരു മ്യൂസിക്കൽ ഈവനിങ് നമ്മൾ വെക്കും, അല്ലേ? ഒരു ഗാനസന്ധ്യ, അല്ലേ? അതൊക്കെ നമുക്ക് ഒത്തിരി ആശ്വാസം തരുന്നതാ. ഇപ്പം ക്രിസ്മസ് സീസണിലൊക്കെ വരുമ്പോഴത്തേക്ക് അതെ, അതുപോലെ പാഷൻ വീക്കില് നമ്മളൊരു ഗാനസന്ധ്യ വെക്കും, അല്ലേ? കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കുക, അതൊരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഏതാണ് അതിനെന്താ ഒരു പേര് കൊടുക്കാമെങ്കിൽ പറയും, നമ്മുടെ വിനോദം. അതിനെന്താ പേര് പറയാവുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്താ പറഞ്ഞേ? റിക്രിയേഷൻ. അത് തന്നെ, വെരി ഗുഡ്, വെരി ഗുഡ്. വിനോദം, റിക്രിയേഷൻ. അതെ. ഇനി അടുത്തതാണ് ശാരീരികം. മനസ്സിലായോ? അടുത്തത് എന്താണ്? ശാരീരികം. ഇതിനകത്ത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്ത എത്ര പേരുണ്ട്? ആരും ഇല്ലായിരിക്കും, ഇല്ലയോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം എന്താണെന്നറിയാമോ? ശാരീരികം എന്ന് പറയുന്നത് ഒരല്പം വ്യായാമം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അല്ലേ? ഒരല്പം വ്യായാമം നല്ലതാണ്, അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒരു ചെറിയ വ്യായാമം ഒക്കെ ആകാം, അല്ലാതെ ഈ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പിടിച്ചിങ്ങനെ, അല്ലേ, ഉറങ്ങി ഇങ്ങനെ തൂങ്ങിയിരിക്കാനല്ല. അപ്പൊ ശാരീരികം അത് വളരെ ആവശ്യമാണ്, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ ഭാരം നമ്മൾ കറക്റ്റാ. അതെ, അതിനൊക്കെ നമ്മൾ
ഭാരം നമ്മൾ കറക്റ്റ് ആക്കണം. അതുപോലെ ഇപ്പം വളരെ ഈ ഒരു കാലഘട്ടത്തില് പേഴ്സണൽ ഹൈജീൻ വലിയ സ്ഥാനമുണ്ട്, അല്ലേ? ശരിയല്ലയോ? പേഴ്സണൽ ഹൈജീൻ. എന്നാല് നമുക്കറിയാം, നമ്മള് പുതിയ നിയമത്തിലൊക്കെ വായിക്കുമ്പോഴത്തേക്ക്, സുവിശേഷത്തിൽ വായിക്കുമ്പോഴത്തേക്ക് ഇതൊരു യഹൂദന്മാരുടെ ഒരു പാരമ്പര്യം എന്താണെന്നറിയാമോ? ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൈയും കാലും എന്ത് ചെയ്യണം? കഴുകണം. ശരിയല്ലേ? ശരിയല്ലേ? അതെ. കണ്ടോ? അപ്പം കൈയും കാലും കഴുകുന്നത് നമ്മളിപ്പം കൊറോണ വന്നതുകൊണ്ടാണ് സോപ്പും ഒക്കെ ഇട്ട് കൈയും കാലും ഒക്കെ കഴുകുന്നത്, അല്ലേ? അപ്പൊ നമുക്കിപ്പോഴാണ് ഇതൊരു പേഴ്സണൽ ഹൈജീന്. ഇതുകൊണ്ട് ഇപ്പൊ ഒരു ഗുണമുണ്ടായി, ഒരുപാട് പേരുടെ ചുമയും പനിയൊക്കെ ഒത്തിരി കുറഞ്ഞു. ശരിയല്ലേ പറയുന്നത്? സാധാരണ പിള്ളേരെ ഞാൻ പറയും, വീട്ടിലിപ്പം എനിക്ക് ഒരു മോള് മറ്റേന്ന് പറഞ്ഞ സ്കൂളിൽ പോകാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യം ആശുപത്രി പോകും. പക്ഷേ ഇപ്പം ഈ പേഴ്സണൽ ഹൈജീൻ വന്നതോടുകൂടെ ഒരുപാട് രോഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ശരിയല്ലേ പറയുന്നേ? അല്ലേ? അപ്പൊ പിന്നീട് വരുന്ന എന്താണെന്നറിയാമോ? നമ്മള് ക്രമീകൃതമായ ആഹാര ശൈലി, കണ്ട ഈ വറുത്തതും പൊരിച്ചതും അതും ഇതുമൊക്കെ തിന്നാതെ നമ്മൾ വളരെ ക്രമീകൃതമായ ഒരു ആഹാരം നമുക്കുണ്ടാകണം. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ എന്താണെന്നറിയാമോ? അസുഖമൊക്കെ അങ്ങേയറ്റം വന്നതിന് ശേഷം ചിലര് പ്രകൃതി ചികിത്സ, ചിലര് ആ ചികിത്സ, ഈ ചികിത്സ, യോഗ, ഇതാന്നൊക്കെ പറയുന്നു. ഞാൻ ഇതിനൊന്നും അനുകൂലമല്ല കേട്ടോ. നമ്മുടെ ജീവിതം ദൈവവുമായി നാം ക്രമീകരിച്ചാൽ നമ്മുടെ ശാരീരിക കാര്യം ദൈവം ക്രമീകരിക്കും. ഓർത്തോണം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ദൈവിക ബന്ധം ദൃഢമാണെങ്കിൽ ശാരീരിക കാര്യങ്ങൾ ആര് ക്രമീകരിക്കും? ദൈവം ക്രമീകരിക്കും. അല്ലാതെ തോന്നിവാസം മുഴുവനും നടന്നിട്ട് തോന്നിയ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് വേണ്ടാത്ത വിധത്തിൽ ജീവിതം നയിച്ച ഒരു വ്യക്തി അവസാന രോഗം പിടിച്ചിട്ട് എക്സസൈസ് ചെയ്യുകയും യോഗ ചെയ്യുന്നത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടിയത് ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മൾ എന്തുണ്ടാകണം? നമ്മുടെ ശാരീരിക ബന്ധം. കണ്ടോ? അപ്പം അത് മാത്രമല്ല, ഇനി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെയാ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, വിവാഹം മാന്യവും കിടപ്പറ എങ്ങനെയൊക്കെ പറയുന്നത് നിർമ്മലമായിരിക്കണം. കണ്ടോ? ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. വളരെ ഇന്ന് ഞാനിത് പറയുന്നില്ല, സോഫിയ കൊച്ചുമൊക്കെ ഇങ്ങനെ അറിയാം. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലും അതുപോലെ കല്യാണം കഴിച്ചവരോടും ഒക്കെ പറയുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. വളരെ നമ്മുടെ ശാരീരിക, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, നമ്മളുടെ കുടുംബജീവിതം, അതുപോലെ ദാമ്പത്യ ജീവിതം, ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇഫ് യു ആർ എ ലീഡർ, യു ഷുഡ് abide the rules. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അപ്പം ഇതെന്താണ്? നമ്മുടെ ശാരീരികം. അടുത്ത എന്താണെന്ന് അറിയാമോ? ഫാമിലിയാണ്. അടുത്ത ഫാമിലിയാ, കുടുംബം. ഞാൻ കുടുംബത്തെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. കുടുംബവുമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എത്ര പേര് നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ഒരുമിച്ചിരുന്ന്, അല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര വീടുകളുണ്ട് ഈ ഇതിനകത്ത്? ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ. ഒരുമിച്ചിരുന്ന് കഴിക്കുക, അല്ലെ? ഒരുമിച്ച് സംസാരിക്കുക, അത് വളരെ ആവശ്യമാണ്. നമ്മളത് ചെറുതായിട്ട് ഒരിക്കലും കാണരുത്. കുടുംബ പ്രാർത്ഥന അത് ഇതിന്റെ ഒരു ഭാഗമാണ്, അല്ലേ? അപ്പം അതോടുകൂടെ നമ്മളുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങള്, മനസ്സിലായോ? ആവശ്യങ്ങൾ നിറവേറ്റണം. ഭാര്യയോട്, മക്കളോട്, നമ്മളുടെ മാതാപിതാക്കളോട് നമുക്ക്. അപ്പൊ ഇതൊരു വളരെ അഭേദ്യമായ ഘടകങ്ങളാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തേതാണ് മിനിസ്ട്രി. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടാമത്തേത് എക്കണോമി, അത് നമ്മുടെ ഫിനാൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്താണ്? സ്പിരിച്വൽ. അതെ. അടുത്ത എന്താണ്? സോഷ്യൽ. അടുത്തത് എന്താണ്?
വിനോദം. റിക്രിയേഷൻ, വിനോദം. അതെ. അടുത്ത എന്താണ്? ശാരീരികം. അടുത്ത എന്താണ്? ഫാമിലി, കുടുംബം. ഇനി അടുത്ത ഒരു ലെവലൂടെ ഞാൻ പറയാം. നമ്മുടെ ബൗദ്ധിക, നമ്മുടെ അറിവ് വർദ്ധിക്കാനായിട്ട് കേട്ടോ. ബൗദ്ധികം, ഇന്റലക്ച്വൽ ഗ്രോത്ത്. മനസ്സിലായോ? അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇന്റലക്ച്വൽ ഗ്രോത്തിന് എന്തൊക്കെ ആവശ്യമാണ്? ഈ കൂട്ടത്തിൽ വായിക്കുന്നവർ എത്ര പേരുണ്ട്? വായിക്കുന്നവര് പുസ്തകങ്ങള്, വേദപുസ്തകമല്ല, വേദപുസ്തകം കൂടാതെ നമ്മൾക്ക് ജ്ഞാനം വർദ്ധിക്കത്ത വിധത്തിൽ ഉള്ള പുസ്തകങ്ങൾ വായിക്കുന്ന എത്ര പേരുണ്ട്? ഇന്റലക്ച്വൽ ഗ്രോത്ത് ആരൊക്കെ വായിക്കുന്നുണ്ട്? ആന്റിമാര് ഒന്ന് പറഞ്ഞേ. അത് സബ്ജക്റ്റിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അന്നേരം ആവശ്യമുള്ള പുസ്തകങ്ങൾ വായിക്കും. ഇപ്പം വലിയ അതല്ലാതെ നമ്മളുടെ അറിവിന് വേണ്ടിയിട്ട് ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമുക്കും അതിനകത്ത് എന്തുണ്ടാകണം? ഒരു വേഗമായ ഒരു അറിവല്ല, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു അറിവുണ്ടാകണം. മനസ്സിലായോ? അപ്പം അതിന് എന്ത് വേണമെന്ന് അറിയാമോ? അതിന് തക്കതായ പുസ്തകങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ ആ കാര്യങ്ങൾ നമുക്ക് കിട്ടും, അല്ലേ? അപ്പം മാത്രമല്ല, ദിനംതോറും നമ്മൾ പത്രം വായിക്കണം. സ്ത്രീ പീഡനവും അതും വായിക്കാനല്ല, അറിവ് കിട്ടത്തക്ക വിധത്തിലുള്ള കേട്ടോ വായിക്കണം. പിന്നെ നമുക്ക് TV-യിലൊക്കെ ഈ 7 മണിക്ക് സീരിയൽ കാണാതെ നമ്മളൊരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? ചില ചാനലുകളുണ്ട്, ആനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി, ഇതൊക്കെ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് എപ്പോഴും കാണണമെന്നല്ല, വല്ലപ്പോഴൊക്കെ കണ്ടാൽ നല്ലതാണ്. വായനാശീലം കൂട്ടുക, അല്ലേ? അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു വായന എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അറിവ് കിട്ടത്തക്ക വിധത്തിലുള്ള വായന നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നറിയാമോ? നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമുക്ക് ഇന്ന് പല കാര്യങ്ങളെ, അനേക ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരാം, അല്ലേ? ഒരു സഭ എന്ന നിലയിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ നിലയിൽ നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് ഈ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല ഇഷ്യൂസിനെ നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ഇനിയാണ് നമ്മൾ അടുത്ത മേജറായ ഒരു കാര്യം കൂടെ പറയാൻ പോകും. എന്താണെന്നറിയാമോ? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്, ടൈം എന്നുള്ളതാണ്. മനസ്സിലായോ? ടൈം ഒന്ന് കുറിച്ചു വെച്ചോളം. ടൈം, അല്ലേ? കുറിച്ചു വെക്കുന്നുണ്ടോ? ടൈം, സമയം. പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞ കേട്ടോ? ടൈം കേട്ടു. അപ്പൊ സങ്കീർത്തനം 90 അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 90 അതിന്റെ 10-ാമത്തെ വാക്യം. സങ്കീർത്തനം 90 അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 50 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. അപ്പം നോക്കിക്കേ, 1 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ 1 മണിക്കൂർ നമ്മുടെ ജീവിതമാണ് സത്യത്തിൽ ചെലവഴിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഒരു ടൈമാണ്. നമ്മളുടെ ഇത്രയും വർഷം സത്യത്തിൽ നമ്മൾ ഓരോന്നൊന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിനെ നമ്മള് വളരെയധികം നമ്മൾ ഓർക്കും. നമ്മൾ എന്തുമാത്രം സമയം നമ്മൾ വെറുതെ കളഞ്ഞു നമ്മൾ ഓർത്തു പോകും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ടൈം വെറുതെ കളഞ്ഞു പോയെന്നുള്ളത്, അല്ലെ? ഉറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെ? പഠിക്കാൻ വേണ്ടിയിട്ട്, ആശുപത്രി പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇത് നമ്മൾ എന്തുമാത്രം ടൈമാണ് നമ്മൾ ഒരു ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ചെലവഴിച്ചത്, അല്ലേ?
ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു 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 70 വയസ്സോ അല്ലെ ഒരു 80 വയസ്സോ എന്ന് പറയുമ്പം എത്രത്തോളം അതുകൊണ്ട് ഗുണമുണ്ട്. നമ്മൾ എന്തുമാത്രം ടൈം, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി വേസ്റ്റ് ചെയ്തല്ലാതെ ഗുണകരമായി നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഗുണകരമായി ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ. ചെയ്തിട്ടില്ല സാറ്. കണ്ടോ? അപ്പൊ ഇനിയും തൊട്ട് ഒരു അച്ചടക്കത്തോടുകൂടെ നമ്മൾ സമയം പാഴാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റണം. അപ്പം ഇന്ന് നമ്മള് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ വളരെ പ്രാക്ടിക്കലാ കേട്ടോ. ഒരു ലീഡറിന് വേണ്ടിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു ലീഡറിൽ നിന്ന് ദൈവം വൻ കാര്യങ്ങളെയാ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? കേൾക്കുന്നുണ്ടോ? ഇത്രയും കേട്ടപ്പം സത്യത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നിയ ഒന്ന് പറയാം. എന്നോടൊന്ന് ഷെയർ ചെയ്യോ? ആരെങ്കിലും കുറച്ചു പേരൊന്ന് ഷെയർ ചെയ്തേ. ഇത്രയും കേട്ടപ്പോ എന്ത് തോന്നി? സമയത്തിന് പാഴാക്കിയല്ലോ എന്ന് ഓർത്ത് കുറ്റബോധമുണ്ട്. ഓക്കെ. ഇനി മറ്റാരെങ്കിലും പറഞ്ഞേ. സമയമല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടിയെങ്കിൽ, ഒരു ഉൾക്കാഴ്ച കിട്ടിയെങ്കിലും ആരെങ്കിലും? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലാതായി. ഒന്ന് പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലാതായിപ്പോയി. ഇല്ലാതായിപ്പോയി. യെസ് യെസ് യെസ്. കണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊരു തിരിച്ചറിവല്ലേ? അതെ, ഇതൊരു തിരിച്ചറിവല്ലേ? തിരിച്ചറിവാണ്. ഇതൊരു തിരിച്ചറിവല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊരു തിരിച്ചറിവാ. ഇതൊരു തിരിച്ചറിവാണ്. അപ്പം ഇത് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാന് ഇനിയും നമ്മൾ അതപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സത്യത്തിൽ ഇതുമായിട്ടുള്ള ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ലീഡർഷിപ്പ് നമ്മൾ ഏകദേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ വരികയാണ്. മാത്രമല്ല ഇനി നമ്മൾ വേണ്ടിയത് ഈ ശുശ്രൂഷയും കുടുംബവും എന്നുള്ളത് അടുത്ത ഒരു ടോപ്പിക്കാണ്. ശുശ്രൂഷയും കുടുംബവും എന്നുള്ളത്. ശുശ്രൂഷയും കുടുംബം ഒന്ന് പറയാമോ? കേട്ടവരൊന്ന് പറഞ്ഞ്. ശുശ്രൂഷയും കുടുംബം ഇതെങ്ങനെ ചേർന്ന് പോകും ഒന്ന് പറയാമോ? അത് ഞാനൊരു ഉദാഹരണം പറയാം. 1 തിമോത്തിയോസ് 3:5 ഒന്ന് വായിച്ചേ ആരെങ്കിലും. ആന്റിമാരാരെങ്കിലും ഒന്ന് വായിച്ചേ. ഇത് ഗ്രിസ്റ്റി കൊച്ചമ്മ ഇതിനകത്തുണ്ടോ? സംഗീത കൊച്ചമ്മയുണ്ടോ? സംഗീത? ഇല്ല. ഓക്കെ. അപ്പം നമ്മള് ശുശ്രൂഷയും കുടുംബം എന്നുള്ള അപ്പം നമ്മൾ ഇതെല്ലാം എന്തിന്റെ ഭാഗമാ? ഗോൾ സെറ്റിങ്ങിന്റെ ഭാഗത്തിലാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതെന്ന് ഓർത്തോണേ. ഇതെല്ലാം ഞാൻ ആ ടോപ്പിക്ക് മാത്രം പറഞ്ഞു വിടുക. നോട്ട്സ് തരാം കേട്ടോ, മറക്കത്തില്ല. ഞാൻ വേഗത്തിൽ തന്നെ തരാം. കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. വളരെ അതുകൊണ്ടാണ് എനിക്ക് അത് അയക്കാതിരുന്നത്. സോറി, ഞാൻ ക്ഷമ ചോദിക്കുക. ഓക്കെ, ഞാനത് പറയുക. 1 തിമോത്തിയോസ് 3:5 ഒന്ന് വായിച്ചേ. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭ എങ്ങനെ പരിപാലിക്കും? കണ്ടോ? അപ്പൊ ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പറ്റുന്നത്? ശരിയല്ലേ പറയുന്നത്? ശരിയാണോ? അതെ. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം എന്നാന്നറിയാമോ? ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അനേക ശുശ്രൂഷകരുടെ മക്കള് വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലത്ത് പ്രത്യേകിച്ച്. ശരിയല്ലേ ഞാൻ പറയുന്നേ? അനേകരുടെ ശുശ്രൂഷകരുടെ മക്കള് അതൊരു വളരെ പെയിൻഫുള്ളായ ഒരു കാര്യമാണ്. വളരെ പെയിൻഫുൾ അത്. ഇപ്പൊ എനിക്കറിയാവുന്ന
ഒരു ദൈവദാസന്റെ അദ്ദേഹത്തിന് 3 ആൺമക്കളാ. മൂത്ത മകന് അവന് +2 കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെങ്കിൽ അവന് ഒരു വല്ലാത്ത ഒരു ബന്ധം, വല്ലാത്തതെന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ബന്ധത്തിൽ അവൻ ചെന്ന് ഏർപ്പെട്ടു. അവന്റെ സ്വന്തം അപ്പൻ ഒരു ശുശ്രൂഷകനാണ്. ആ അപ്പനെ എന്ത് ചെയ്യുന്നറിയാമോ, വീട്ടിനകത്ത് എടുത്തിട്ട് മകൻ അപ്പനെ അടിക്കും, തല്ലും. അപ്പം ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പെയിൻഫുൾ ആയ ഒരു കാര്യമാണ്. ഇനിയും ഇതിനകത്ത് ശുശ്രൂഷയെ നമ്മുടെയൊക്കെ മക്കള് പലപ്പോഴും പ്രയാസത്തിൽ പെട്ടുപോകുന്നതിന്റെ കാരണം എന്നാന്നറിയാമോ, ഇന്ന് ആത്മീക ഗോളത്തിൽ കാണുന്ന ഈ അനാവശ്യമായ കാര്യങ്ങളാണ് ഈ മക്കള് ശ്രദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലേ? അപ്പൊ ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുന്ന ഈ കള്ളത്തരം, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നത്, ഇതെല്ലാം ആര് കാണുക? നമ്മുടെ മക്കൾ ഇത് കാണുക, അവരിത് അറിയുക, അല്ലേ? അവരിത് അറിയുക, അവരിതെല്ലാം ശ്രദ്ധിക്കുക, അല്ലേ? അവർ ഓരോ സംഭവങ്ങളും കാണുക. ഇന്നത്തെ നമുക്കൊരു വലിയ പ്രയാസം എന്താണെന്നറിയാമോ? അത് നമ്മുടെ ചലഞ്ചാ കേട്ടോ. ഇന്ന് ആത്മീക ഗോളം തകർന്ന് തരിപ്പണമായി ഇന്ന് സാക്ഷ്യമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് പഠിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ സഭയ്ക്കകത്ത്. കേട്ടോ ഞാൻ പറയുന്നേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പം നമ്മളുടെ ഫാമിലി അതായത് നമ്മളുടെ ശുശ്രൂഷയും കുടുംബവും അതൊരു വലിയ കാര്യമാണ്. ഞാൻ അതിന്റെ കൂടുതൽ പശ്ചാത്തലങ്ങളിലേക്കൊക്കെ പോകണമെന്നെങ്കിൽ ഓരോ ഭാഗങ്ങള് നമ്മളത് ഓർക്കണം. അപ്പൊ ഇതൊരു ബാലൻസ് ആണ്. അതായത് നമ്മുടെ ശുശ്രൂഷയും കുടുംബവും ഒരു വെരി ബാലൻസ് ആണ്. അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, അതായത്